വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പം വേറെ ഒന്നുമല്ല, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സൺഡേ നമ്മൾ തൃപ്രയാറ് വൈമാളിൽ പോയിരുന്നു. അപ്പം വൈമാളിൽ പോയപ്പം നമ്മളവിടെ പോയി ഡ്രസ്സ് എടുത്തു. എനിക്കല്ല, ഹസ്ബൻഡിന് ഡ്രസ്സ് എടുത്തത്. അപ്പം മോൾക്ക് ഒരു ബനിയനൊക്കെ വാങ്ങി, അതുപോലെ തന്നെ എനിക്ക് ചെരുപ്പ് വാങ്ങി. അപ്പോൾ അതിൻ്റെ പിന്നെ ഫുഡ് കഴിച്ചു. പിന്നെ വൈകിട്ട് ഞാനും അമ്മയും അച്ഛനും എല്ലാവരും കൂടിയിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. പുറത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് തയ്യൽ വിഷയം വാങ്ങാൻ വേണ്ടിയാണ് പോയത്. അപ്പം അതിൻ്റെയും കൂടി വിശേഷം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു 12 മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി തൃപ്രയാറ് വൈമാളിൽ പോയി. മാളിൽ പോയപ്പം എൻ്റെ മോനാണെങ്കിൽ ഭയങ്കര കരച്ചിൽ. നമുക്ക് വീഡിയോസൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പം അതിനുള്ള സാഹചര്യമായിരുന്നില്ല. അവർക്ക് ഭയങ്കര കരച്ചിൽ, പ്രശ്നമുണ്ടാക്കലൊക്കെ ആയിരുന്നു. അപ്പം വേറെ ഒന്നല്ല, അങ്ങ് വിശന്നിട്ടായിരുന്നു. ഫുഡൊക്കെ വാങ്ങിച്ചോട്ടപ്പോൾ സെറ്റായി. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു മൈൻഡൊക്കെ വിട്ടുപോയി. വീഡിയോ എടുക്കാനേ തോന്നിയില്ല. പിന്നെ ചേട്ടൻ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തു. എന്താ പറയുക, നമുക്ക് നല്ല അഫോർഡബിൾ ആവുന്ന രീതിക്കുള്ള പ്രൈസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഡ്രസ്സിനായാലും എന്തിനാണെങ്കിലും. പിന്നെ മേക്കപ്പിൻ്റെ ആയൊരു സെക്ഷനൊന്നും ഞാൻ പോയില്ല, അതൊന്നും ഞാൻ നോക്കിയില്ല. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളല്ലേ വാങ്ങിക്കേണ്ടുള്ളൂ, പിന്നെ അതിൽ പോലും നമ്മൾ വാങ്ങിക്കില്ല. അപ്പം ഡ്രസ്സ് വാങ്ങി, ചെരുപ്പ് വാങ്ങി, ഇതെല്ലാം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ്. സ്റ്റുഡിയോന്ന് ഡ്രസ്സ് വാങ്ങിക്കാത്തവരുണ്ടെങ്കിൽ എന്താ അങ്ങനെ ഇല്ലാന്നൊരു വിശ്വാസം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മിക്കവരും സ്റ്റുഡിയോയിൽ പോകുന്നുണ്ട്, ഡ്രസ്സസ് വാങ്ങിക്കുന്നുണ്ട്. നല്ല കളക്ഷൻസും ഉണ്ടായിരുന്നു. അതുപോലെ ചെരുപ്പിൻ്റെ ആയാലും അതേ ഡ്രസ്സിൻ്റെ ആയാലും ഒരു അടിപൊളി കളക്ഷൻസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഫുഡ് കഴിച്ചു. ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, ഞങ്ങൾ ജസ്റ്റ് മോമോസ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം വെജ് മോമോ വാങ്ങി, പിന്നെ അതുപോലെ തന്നെ നോൺ വെജും വാങ്ങി മോമോസ്. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, അത് എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അപ്പം അവനത് ഭയങ്കര ഇഷ്ടമാണ് ഫ്രഞ്ച് ഫ്രൈസ്. ഞങ്ങൾ പുറത്ത് പോകുമ്പം വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അതെപ്പോഴും ഇല്ല, വാങ്ങിക്കൊടുക്കാറുണ്ട്. അപ്പോൾ വാങ്ങിക്കൊടുക്കാറുണ്ട്. അപ്പോൾ അവന് അപ്പം അത് വാങ്ങിക്കൊണ്ടപ്പോൾ അവൻ്റെ വിഷമമൊക്കെ മാറിയിട്ടല്ല. വേണ്ട 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 ഇവിടെ അപ്പോൾ വീഡിയോ. അപ്പം അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ വന്ന് ചേട്ടൻ ജോലി സ്ഥലത്തൊക്കെ തന്നെ പിന്നെ തിരിച്ചു പോയി. സൺഡേ തന്നെ അന്ന് തന്നെ പോയി. മൺഡേ ഓഫീസുള്ളതുകൊണ്ട് ആള് സൺഡേ തന്നെ പോയി. രാവിലെ പോകാനൊക്കെ ഭയങ്കര പാട്. അപ്പം അപ്പം അൽജോസ് കുറുമ്പായിരിക്കല്ലേ സ്റ്റാറ്റൊക്കെ പിടിച്ചത്. നോ അടിയിട്ടു എന്നെ സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കണാണത്. അപ്പൊ അവന് കുറുമ്പ് കാണിക്കണം. അപ്പം നമ്മൾ കൊടുങ്ങല്ലൂർ പോയി. കൊടുങ്ങല്ലൂര് വീഡിയോ കിട്ടണം. അപ്പം നമ്മൾ കൊടുങ്ങല്ലൂർ പോയി തിരിച്ച് വരുന്നതായിരിക്കും. മിഷീൻ നോക്കാൻ പറ്റിയില്ല. മിഷീന് കട അവധിയായിരുന്നു. തിങ്കളാഴ്ച വരാൻ പറഞ്ഞ്. തിങ്കളാഴ്ച നമുക്ക് പോകാൻ പറ്റില്ല. ഇപ്പം നാളെ പോകേണ്ടി വരും. നാളെ അച്ഛൻ ലീവാണ്, ബുധനാഴ്ച. അപ്പം ബുധനാഴ്ച നമുക്ക് പോയി നോക്കണം. അപ്പം അങ്ങനെ നമ്മൾ ഫുഡ്
കഴിക്കാൻ കയറിയപ്പോൾ നമ്മൾ എസംപുരം സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള കടയിലാണ് നമ്മൾ കയറിയത്. അപ്പം അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയപ്പം എനിക്ക് ഫുഡൊന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നില്ല. പിന്നെ ഇത്തിരി വൃത്തിയും കൂടി അവിടെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഫുഡ് കഴിച്ചവർക്കൊരു സാറ്റിസ്ഫാക്ഷനാണ്. ഇതിപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ട് ഫുഡ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ പറയുക, നമുക്കെല്ലാം കൂടി നോക്കുമ്പോൾ ഒരു തൃപ്തി ഉണ്ടാവുള്ളൂ ഫുഡ് കഴിച്ചിട്ട്. അപ്പം നമ്മൾ അങ്ങനത്തെ ഒരു ഫീലിംഗ് ഒന്നും ഉണ്ടായില്ല. ഇനി ഞാൻ അവിടെ നിന്ന് ഫുഡ് കഴിക്കില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ സർവീസ് ആണെങ്കിലും വൻ ശോകമായിരുന്നു ഉള്ളത് പറയാലോ. ഫുഡ് നമ്മളിപ്പോൾ ഒരാൾ കസ്റ്റമേഴ്സ് വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവരധികം വെയിറ്റ് ചെയ്യിപ്പിക്കരുത്. ഇടുന്ന് തന്നെ അവരെ ഓർഡറും കാര്യങ്ങളൊക്കെ എടുക്കണം. അങ്ങനെയൊക്കെ അല്ലേ. ഇതങ്ങനെയല്ല, നമ്മൾ കുറച്ച് നേരം വെയിറ്റൊക്കെ ചെയ്തിട്ടൊക്കെയാണ്. അപ്പം അതൊക്കെ ഇത്തിരി ലാഗ് അടിച്ച്. പിന്നെ ഫുഡൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വൃത്തിയാണ് ഏറ്റവും മെയിൻ, അത് മോശമായിരുന്നു. അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നതിലേക്കും ടാറ്റാ, ബൈ ബൈ.